എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അവർ ഈ നിമിഷം നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. തെളിവുണ്ട്. ഇഷ്ട വ്യക്തിയെ ഓർത്തൊരു ഫയൽ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊന്നാമത്തെ ഫയലായ അണ്ണാറക്കണ്ണനെ ഫയലായി തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് പോകാം. അവർ ഈ നിമിഷം നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് മാത്രമേ അവർക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ. അതിന് തെളിവുകളുണ്ട്. പൂർണ്ണമായി കർമ്മനിരതകളായ അവർ ഇപ്പോൾ സ്പന്ദിച്ച് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അവരെത്ര തുറന്നു പറഞ്ഞില്ലെങ്കിലും അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട് എന്നുള്ളതിൽ ഏറ്റവും വലിയ തെളിവായിട്ട് അവർ നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്നത് ഇപ്പോൾ കാണാൻ കഴിയും. ഇത്ര കാലം അവർ നിങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിന്നു. നിങ്ങളെ കാണിക്കാതെയും നിങ്ങളോട് കാര്യങ്ങളൊന്നും പറയാതെയും അവർ പിടിച്ചു നിന്നു. പക്ഷേ ഇനി അവർക്കത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവർക്ക് ഒരു തരത്തിലും ഇനി മറ്റൊരു മാറ്റം ഉൾക്കൊള്ളാൻ കഴിയില്ല. അവർ പൂർണ്ണമായി നിങ്ങളിലേക്ക് വരികയാണ്. നിങ്ങളില്ലാതെ അവർക്കിനി മറ്റൊരു ജീവിതമില്ല. നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ച്, നിങ്ങളെക്കുറിച്ച് മാത്രം മനസ്സിൽ വിചാരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം അവർക്കുണ്ടായിരുന്നു. അവർ മറ്റ് പ്രതിസന്ധികളിൽ നിന്ന്, മറ്റ് പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറി ഇനി നിങ്ങളെക്കുറിച്ച് മാത്രമാകുന്ന അവരുടെ ചിന്ത. അവർക്കിനി ഒട്ടും മറ്റ് ചിന്തകളൊന്നുമില്ല. നിങ്ങളെക്കുറിച്ച് മാത്രം ആലോചിക്കുക, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഇനി ജീവിതത്തിൽ മറ്റൊരാളെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നില്ല. കാരണം അവരത്രയും മനസ്സിൽ നിങ്ങളെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളെ മാത്രമേ ഇനി ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയൂ. അവർക്ക് ഇനി അവർ വിചാരിച്ചാൽ പോലും അവരുടെ മനസ്സിൽ നിന്ന് നിങ്ങളെ മാറ്റാൻ കഴിയില്ല. ദൃഢമാകുകയാണ്. കാരണം അവരുടെ മനസ്സിലേക്ക് കയറിപ്പറ്റാനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. പക്ഷേ ഇനിയുള്ള മാറ്റങ്ങൾ വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. നിങ്ങളില്ലാതെ അവർക്ക് കഴിയില്ല. നിങ്ങളില്ലാതെ അവർക്ക് കഴിയാത്ത രീതിയിൽ അവരുടെ മനസ്സ് മാറിയിരിക്കുന്നു. അവർക്ക് ഒരിക്കൽ പോലും നിങ്ങളുടെ സാന്നിധ്യവും സാമീപ്യവും ഇല്ലാതെ കടന്നു പോകാൻ കഴിയില്ല. മനസ്സിൻ്റെ ഉള്ളിൽ അത്രത്തോളം നിങ്ങൾ ചിരപ്രതിഷ്ഠ നേടിയിരിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് കാലം അവരുടെ ഹൃദയത്തിൻ്റെ ഭാഗമാകാൻ, അവരുടെ ഹൃദയത്തിൽ ഒരിടം നേടാനൊക്കെ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അന്നൊന്നും നടക്കാതിരുന്ന പല കാര്യങ്ങളും, പല ആഗ്രഹങ്ങളും നിങ്ങൾക്ക് ഇന്ന് നടക്കുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നു. നിങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളായി അത് മാറുകയാണ്. നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം, നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള ഇഷ്ടം, അത് ആ വ്യക്തി മനസ്സിലാക്കിയിരുന്നില്ല ആദ്യം. അത് തന്നെയായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുമ്പോഴും ആ വ്യക്തി തൻ്റെ ജീവിതത്തിലെ തിരക്കുകളുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ടായി. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിയിരിക്കുന്നു. ഇപ്പോൾ അതെല്ലാം മാറി ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരുമിച്ച് ജീവിതത്തിൽ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നു. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷ നേടാനായിട്ട് കഴിയുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളെ വലയം ചെയ്തിരുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ പരിഹാരമായിട്ട് നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ സ്നേഹം കിട്ടുന്നതോടുകൂടി നിങ്ങൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകും. നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും മാറി വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്ന തരത്തിലേക്ക് നിങ്ങൾ മാറുന്നു. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്ത ഒരു അവസ്ഥയിൽ നിന്നും വളരെ തീക്ഷ്ണതയുള്ള, വളരെ സ്നേഹമുള്ള, പ്രണയാർദ്രമായ ഒരു കാര്യത്തിലേക്ക് വരുന്നു. കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ആൾ നിങ്ങളെ സ്നേഹിച്ച് തുടങ്ങിയിരിക്കുന്നു. അതിൽ വലിയ സന്തോഷം നിങ്ങൾക്കില്ല. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. അടുത്തതായിട്ട് പച്ച തത്തമ്മ പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ആ വ്യക്തി എന്നും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലായില്ലായിരുന്നു. ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതുതന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ആ വ്യക്തി ഏത് കാലത്തും എപ്പോഴും നിങ്ങളെ സ്നേഹിക്കുകയാണ്, നിങ്ങളെ ഇഷ്ടപ്പെടുകയാണ്. നിങ്ങളില്ലാതെ ഒരിടത്തും പോകുന്നതിനോ, നിങ്ങളില്ലാതെ ആരെങ്കിലും ഉൾക്കൊള്ളുന്നതിനൊന്നും ആ വ്യക്തി തയ്യാറല്ല. ആ വ്യക്തിക്ക് നിങ്ങൾ തന്നെ വേണം. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്നും നിങ്ങളുണ്ടായിരിക്കണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും തരണം ചെയ്തുകൊണ്ടാണ് ആ വ്യക്തി മുന്നോട്ട് പോയത്. ആ വ്യക്തി
എല്ലാ കാലത്തും നിങ്ങളെ ഇഷ്ടപ്പെടുകയും നിങ്ങളോടൊപ്പം മുന്നോട്ട് പോകാനൊക്കെ ആഗ്രഹിച്ച വ്യക്തിയാണ്. ഒരുപാട് പ്രതിസന്ധികൾ ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങളെ ആ വ്യക്തി കൈകാര്യം ചെയ്തു വന്നിരുന്നു. പക്ഷേ ആ വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികളോ തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളോ ഒന്നും തരണം ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരുന്നില്ല. നിങ്ങളോടുള്ള ഇഷ്ടം പോലും തുറന്നു പറയുന്നതിന് മടിയായിരുന്നു ആ വ്യക്തിക്ക്. ആ വ്യക്തിയുടെ ഇഷ്ടം നിങ്ങൾക്ക് കണ്ടെത്താനും കഴിഞ്ഞില്ല. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയാതെ ആ വ്യക്തി എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിക്ക് അതിനുള്ള ധൈര്യമില്ലെങ്കിൽ നിങ്ങളാണ് ആ വ്യക്തിയിലെ സ്നേഹം കണ്ടെത്തി, നിങ്ങളാണ് ഇനി ആ വ്യക്തിയിലെ ഇഷ്ടം കണ്ടെത്തി അങ്ങോട്ട് ചെന്ന് അപ്രോച്ച് ചെയ്യേണ്ടത്. കാരണം ആ വ്യക്തിക്ക് അതിനുള്ള ഒരു ചങ്കൂറ്റം ഇല്ല. നിങ്ങൾ വിചാരിക്കും ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങളോട് പരിഗണിക്കുന്നില്ല. പക്ഷെ യഥാർത്ഥത്തിൽ നടക്കുന്ന സംഭവവാസങ്ങൾ മറ്റൊന്നാണ്. ആ വ്യക്തിക്ക് ചില ആളുകളെ ഭയമാണ്. നിങ്ങളോടുള്ള പ്രണയത്തെ, നിങ്ങളോടുള്ള ഇഷ്ടത്തെ, നിങ്ങളോടുള്ള ആകർഷണത്തെ ആ വ്യക്തി സ്വന്തം മനസ്സിൽ തന്നെ കുഴിച്ചുമൂടാൻ ശ്രമിക്കുന്നത് ചിലരോടുള്ള ഭയമാണ്. ചിലർ ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നു. ആ വ്യക്തിക്ക് തുടക്കത്തിലേ അറിയാം ചില ആളുകൾ ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് എന്നേക്കുമായിട്ട് അകറ്റാനാണ് ശ്രമിക്കുന്നത്. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അവരുണ്ടാക്കുന്ന പ്രതിസന്ധികൾ, അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അതിൽപ്പെട്ട് തൻ്റെ ജീവിതം പോകുമോ, തൻ്റെ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാകുകയില്ലേ എന്നൊക്കെ ആ വ്യക്തി കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തിയുടെ ഭയപ്പാടുണ്ടാകുന്നത്. നിങ്ങളെ കൃത്യമായി ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ മനസ്സിൽ അതൊന്നും തുറന്നു പറയാൻ കഴിയുന്നില്ല. സാഹചര്യങ്ങളും വളരെ ടഫാണ്. ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളും ചുറ്റുപാടുമുള്ള ആളുകളും നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ ഒരുമിപ്പിക്കാൻ ഒട്ടും ശ്രമിക്കുന്നില്ല. പുറമേ നിങ്ങൾ ഒരുമിച്ച് കാണാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും അവരുടെ ഉള്ളിൽ നിങ്ങൾ അടുക്കാൻ അവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ധൈര്യം പകരുക എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം. നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ധൈര്യം പകരാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ പോസിറ്റീവ് എനർജി അങ്ങനെ തന്നെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഊർജം ലഭിക്കുകയുള്ളൂ. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും തരണം ചെയ്യാനും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാറാനും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധം ദൃഢപ്പെടുത്താനൊക്കെ അത് ആവശ്യമാണ്. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്താണ് നിങ്ങൾ ജീവിച്ചു പോകുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ മുന്നിൽ കണ്ടാണ് നിങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും എത്തിച്ചേരണം. ആ വ്യക്തിയും അത് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് സദാസമയം ചിന്തിച്ച് ആ വ്യക്തിയുടെ മനസ്സ് വല്ലാതെ ആയിരിക്കുന്നു. നെഗറ്റീവ് എനർജി പലപ്പോഴും വന്നിട്ടുണ്ട്. കാരണം ഒരുമിക്കാൻ കഴിയില്ലെന്നുള്ള ചിന്ത. അതിന് ഊർജം പകർന്ന് സംസാരിക്കേണ്ടതും ധൈര്യം പകരേണ്ടതും നിങ്ങളാണ്. അത് മാത്രം മതി ആ വ്യക്തിക്ക്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത മാത്രമേ ആ വ്യക്തിയുടെ മനസ്സിലുള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്.